സംസ്ഥാനത്ത് 3 ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വിശദാംശങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനിസ, ഇപ്പോൾ മഴക്കെടുതിക്കൊപ്പം ഈ കടലും മോശമാകുകയാണ്, കടലിലെ സാഹചര്യങ്ങളും മോശമാകുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് കാരണമായി പറയുന്നത്? ഈ മുന്നറിയിപ്പിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗൗതം, പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. അതുപോലെ തന്നെ വടക്ക് നോക്കിയാൽ ന്യൂനമർദ്ദ പാത്തി ദുർബലമായെങ്കിൽ പോലും അതിന്റെ സ്വാധീനമുണ്ട്. തെക്ക് നോക്കിയാൽ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ തീരദേശ മേഖലയിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതായി കേന്ദ്ര സമുദ്രസ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ പ്രദേശങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് മുന്നേ തന്നെ അറിയാവുന്നതാണ്. നാളെ രാത്രി വരെ ഈ ജില്ലയിലൊക്കെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മുൻപേ തന്നെ മത്സ്യത്തൊഴിലാളികൾ വരുന്ന 6 വരെ, നാളെ വരെ കടലിലേക്ക് പോകാൻ പാടില്ല, കടൽ പ്രക്ഷുബ്ധമാണെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ച ഒരു സാഹചര്യമാണ്. എന്തായാലും സമുദ്രസ്ഥിതി പഠനവും ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടാതെ തന്നെ ചെറിയ വള്ളങ്ങളും യാനങ്ങളും വരെ ഇറക്കാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. കൂടാതെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടും കടലിലേക്ക് പോകാൻ പാടില്ല. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ അധികൃതരെ അറിയിച്ച് പെട്ടെന്ന് തന്നെ മാറി താമസിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഗൗതം, തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിലും അതുപോലെ തന്നെ വിഴിഞ്ഞത്തും അപകടം നടന്നിരുന്നു. വള്ളങ്ങൾ മറിഞ്ഞ് അപകടം നടന്നിരുന്നു. മുന്നറിയിപ്പ് ഈ മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്താത്തതും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ അപകടങ്ങളിൽ കാണാതായ, വിഴിഞ്ഞത്ത് കാണാതായ ജോണിനായും അതുപോലെ തന്നെ മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിലിനായും ഇന്നും തിരച്ചിൽ നടത്തും. ഈ പ്രതികൂല കാലാവസ്ഥ അതിനും ഒരു തടങ്കലായിട്ട് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ എൻഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഷിജിന്റെ രക്ഷാപ്രവർത്തനം ഇത്തരത്തിൽ പുലിമൂട്ടിലോ കല്ലിലോ തട്ടി അദ്ദേഹത്തിന്റെ ശരീരം എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കുടുംബത്തിനൊരു സംശയമുണ്ട്. അതിന് മുങ്ങൽ വിദഗ്ധരെ നിയമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനോട് അവർ ആവശ്യപ്പെടാൻ ഇരിക്കുകയാണ്. പക്ഷേ ഈ പ്രതികൂല സാഹചര്യമായതുകൊണ്ട് കോസ്റ്റ് ഗാർഡിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും അതിന് സമ്മതിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ജോണിനായുള്ള തിരച്ചിലും നടത്താൻ പോവുകയാണ്. ഇന്നും തുടരും ഗൗതം.